യൂണിയൻ സർക്കാരിനെ നയിക്കുന്ന ബി ജെ പിക്ക് കേരളത്തിലുള്ള ഇൻട്രസ്റ്റ് എന്താണ്? ഒരു തരത്തിലും ഈ സി ജെ പി എന്ന് ഇവിടുത്തെ ബി ജെ പിയുടെ ശത്രുക്കൾ ആക്ഷേപിക്കുന്ന തരത്തിൽ അവരങ്ങനെ തുടർന്നോട്ടെ എന്നാണോ? എല്ലാ വർഷവും 10-500 കോടി രൂപ വീതം പണം കൊടുക്കുക, അവരെ ഇലക്ഷൻ മത്സരിക്കുക, ആ കൊടുക്കുന്ന പണം മുഴുവൻ ചിലവാക്കാതെ പലതും അത് മുക്കുന്നു എന്ന ആക്ഷേപമുണ്ട് ബി ജെ പി നേതാക്കളെക്കുറിച്ച്. അങ്ങനെ അവരങ്ങനെ അവഹേളിതരായി നിൽക്കുക, സുരേഷ് ഗോപി ഒരു കോമാളി കഥാപാത്രമായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുക എന്നൊക്കെയാണോ യൂണിയൻ ബി ജെ പി ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഇനി ഇലക്ഷന് ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ആ ഇലക്ഷൻ്റെ സമയത്ത് ബി ജെ പിക്ക് ഒരു തരത്തിലുള്ള പറയുക പ്രോസ്പെക്ടസും ഇല്ലാത്ത വിധത്തിൽ ഇലക്ഷൻ മാറ്റുന്നതിന് പിന്നിൽ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അതേക്കുറിച്ചല്ലേ ആലോചിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതൊരു സംസ്ഥാനമാണല്ലോ, ഇവിടെയും ബി ജെ പി ഉണ്ടല്ലോ, ഇവിടെ നിന്നൊരു എം പി ഉണ്ടല്ലോ, ഇവിടെ മുമ്പൊരു എം ഉണ്ടായിരുന്നല്ലോ, ആ സീറ്റെങ്കിലും തിരിച്ചു പിടിക്കണമല്ലോ, നിയമമെങ്കിലും തിരിച്ചു പിടിക്കണമല്ലോ. നിയമം തിരിച്ചു പിടിക്കാനെങ്കിലും എയിംസ് വേണ്ടേ? എന്തെങ്കിലും ഇവർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടേ. ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ അവർ ജയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ചൊരു വാക്ക് ബജറ്റിൽ പറയണ്ടേ? കേരളത്തിൽ ആദ്യമായി ഒരു കോർപ്പറേഷൻ ബി ജെ പി അധികാരത്തിലെത്തുകയാണ്. മുനിസിപ്പാലിറ്റി അല്ല, പാലക്കാട് മുനിസിപ്പാലിറ്റി അല്ല, ഇതൊരു കോർപ്പറേഷൻ അധികാരത്തിലെത്തുകയാണ്. അതും തലസ്ഥാന നഗരത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയിട്ട് ഈ ബജറ്റിൽ ഒരു വാക്ക് മിണ്ടണ്ടേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ബി ജെ പിക്ക് ഉള്ള വോട്ട് കൂടി പൊക്കോട്ടെ എന്നാണോ? ആ വോട്ട് എങ്ങോട്ട് പോകാനാണ് ബി ജെ പി ആർ എസ് ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യത്തിനാണ് ഉത്തരം വേണ്ടത്.